ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. ഒരു സാധാരണ ഗോതമ്പ് ദോശയല്ല, ഇതൊരു ഹെൽത്തി ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ഗോതമ്പ് ദോശയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയ ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടിയ വെജിറ്റബിൾസുകളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സവാള അതുപോലെ തന്നെ ചെറുതായിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ തേങ്ങ, അതുകൂടാതെ കറിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞത്. ഇതും അതുകൂടാതെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു മുട്ടയും കൂടി ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ ചേരുവകളെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ ഗോതമ്പ് ദോശ നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പ് ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ദോശയാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശ ഇനി വേറെ ഉണ്ടാകാനേ ഇല്ല. അതുകൊണ്ട് ഈ ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയായ ഒരു ഗോതമ്പ് ദോശയാണ്. ഇത് ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാ ചേരുവകളും കൂടെ നമ്മൾ ചേർത്ത് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ മുട്ടയടിച്ചിട്ടുണ്ട്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് അതെല്ലാം പിന്നെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പാനിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കോരി ഒഴിച്ച് ഗോതമ്പ് ദോശ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. അടുപ്പത്ത് വെച്ചു ഗോതമ്പ് ദോശ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നൈസായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ഓയിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം.